നമുക്ക് ചുമട്ടുതൊഴിലാളി നിയമം രാജ്യത്ത് വന്നത് കേരള സംസ്ഥാനത്ത് വന്ന 1978-ലാണ്. അതിനുശേഷം 1983 ചുമട്ടുതൊഴിലാളികൾക്ക് വെൽഫെയർ ബോർഡ് രാജ്യത്തുണ്ടായി. ഈ ഇത്രയും വർഷക്കാലം ഇത് നല്ല രീതിയിൽ നടന്നുകൊണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 70,000 തൊഴിലാളികളുണ്ട്. 30,000 ക്ഷേമനിധിയിൽ അംഗങ്ങളുള്ളവരും 40,000 ക്ഷേമനിധി പുറത്തുള്ള ആളുകളുണ്ട്. 70,000 ആളുകൾ ഈ ചുമട്ടുതൊഴിലാളി മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ആധുനിക രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ തൊഴിലാളികളെ ഉയർത്തുവാനോ അവർക്ക് വേണ്ട ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. ഞങ്ങൾ 10 കൊല്ലത്തിന് മുമ്പാണ് കാര്യമാണ്. 10 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ ഒരു കിലയിൽ കൂടി എത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഏത് മേഖലയിൽ കളമശ്ശേരിയിലാണോ നിങ്ങൾ? ഇതാണ് മരട്. കളമശ്ശേരിയിൽ അവിടുത്തെ ചുമട്ടുതൊഴിലാളികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ മേഖലയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം ട്രാൻസ്പോർട്ടിലെ ജീവനക്കാരുടെ ശമ്പളവും അദ്ദേഹത്തിൻ്റെ ബസ്സിലെ ജീവനക്കാരുടെ ശമ്പളവും തമ്മിൽ താരതമ്യപ്പെടുത്തി. 790 രൂപ എംപാനൽ ജീവനക്കാർക്കാണ്. അത് 8 മണിക്കൂർ ജോലിക്കാണ്. 12 മണിക്കൂറാണ് ട്രാൻസ്പോർട്ടിലെ മിക്കവാറും ആളുകൾ ജോലി ചെയ്യുന്നത്. അവർക്ക് അതനുസരിച്ചുള്ള ശമ്പളമുണ്ട്. നിങ്ങൾ 12 മണിക്കൂറാണ് ഈ 1100 ചിലാന് കൊടുക്കുന്നത്. അവിടുത്തെ ട്രാൻസ്പോർട്ടിലെ സ്ഥിരം ജീവനക്കാർക്ക് 2000 രൂപയോളം ശമ്പളമുണ്ട്. ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് 2000 രൂപത്തിന് മുകളിലുണ്ട്. അപ്പൊ അത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞത്. ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുസരിച്ച് ജീവനക്കാർക്ക് 1130 അല്ല, അതിനേക്കാളും എത്രയോ ഇരട്ടി അവർക്ക് ശമ്പളം. അവർക്ക് ശമ്പളത്തിനൊന്നും കുറവില്ല. പിന്നെ കിട്ടുന്നില്ലെന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ട്. കിട്ടാത്തിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതിനെതിരായിട്ടും നിങ്ങളുടെ ബസ്സിൽ സമരം ചെയ്ത പോലെ അതിനെതിരായിട്ടും ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും തടഞ്ഞു വെച്ചപ്പോൾ സമരം ചെയ്ത ആളല്ല ഞങ്ങൾ. നിങ്ങളുടെ സമരത്തെ ഞാൻ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ 10 വർഷം മാത്രമല്ല കേരളം ഉണ്ടായത്. കേരളം ഉണ്ടായ കാലം മുതലുള്ള പ്രശ്നങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇത്രയും കാലമായിട്ട് പിണറായി വിജയൻ പറയുന്നത് കഴിഞ്ഞ 10 വർഷം കാലം കൊണ്ടാണ് ഈ കേരളം എന്ന് അദ്ദേഹം പറയുന്നത്. തൊഴിലാളി വർഗ പ്രസ്ഥാനമായിട്ട് സാറിന് എന്തായാലും ഒരു 60 വയസ്സുണ്ടാവും. ഈ 60 വയസ്സിന്റെ ഇത്രയും കാലഘട്ടങ്ങളിൽ ഇവിടെ എന്ത് മാറ്റമാണ് സാറിന്റെ രീതിയിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ കൊള്ളാം. എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനം പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലാതെ ഇവിടെ എന്താ ഉള്ളത്? ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ പറയാമോ സാറിന്? നമുക്ക് ഇൻകം ഉണ്ടാക്കുന്ന രീതിയിൽ, കേരളത്തിന്റെ ഇൻകം കൊണ്ടുവരുന്ന രീതിയിൽ കേരളത്തിന് സ്ഥാപനം പറയാൻ നടപ്പാക്കേണ്ടത് അതാണ് ഗവൺമെന്റുകളല്ലേ. ചർച്ചയുടെ വർഷമായിട്ട് ഇവിടെ ഇരുന്ന് വികസനം വരുമോ എന്ന് ചോദിക്കുന്ന ചർച്ചയുടെ പ്രാധാന്യം ഈ 2 വർഷം 2 മുന്നണികൾ ഇതുവരെ കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.